പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ച് വലിയൊരു ദൈവാനുഭവം കിട്ടിയ സഹോദരൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതായ, ധ്യാനത്തിലൂടെ അയാൾക്ക് ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടായ ഒരു അനുഭവത്തെ എൻ്റെ മുമ്പിൽ അദ്ദേഹം പങ്കുവച്ചു. ആ സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വരാൻ കാരണം, അദ്ദേഹത്തിന് ഒരേ ഒരു മകളേ ഉള്ളൂ. ഈ മകള് നേഴ്സിംഗ് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. 28 വയസ്സായി മകൾക്ക്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടിയുള്ള ആലോചന നടക്കുകയാണ്. 6 വർഷമായിട്ട് വിവാഹ ആലോചന നടന്നിട്ടും ഒന്നും ഉറയ്ക്കുന്നില്ല. അതിനാൽ ഇദ്ദേഹത്തിന് വളരെയധികം 6 വർഷമായിട്ട് വിവാഹാലോചന നടന്നിട്ടും ഒന്നും ശരിയായിട്ടുള്ളതിന് കിട്ടുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏതാണ്ട് 60 ലക്ഷം രൂപയോളം 6 വർഷമായിട്ട് ബാങ്കിൽ കിടക്കുകയാണ്. മകൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റായിട്ടാണ്, സ്ത്രീധനമായിട്ട് ബാങ്കിലിട്ടിരിക്കുകയാണ് 60 ലക്ഷം രൂപ. 60 ലക്ഷം രൂപ ബാങ്കിലിട്ടു, എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കി. 6 വർഷമായിട്ട് നോക്കിയിരുന്നിട്ട് വിവാഹം നടക്കുന്നില്ല. അങ്ങനെയാണ് അയാളും ഭാര്യയും ഈ വിവാഹം നടക്കാത്ത ആളും കൂടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വരുന്നത്. അയാള് വലിയ പ്രതീക്ഷയോടെ മലയാള വിഭാഗത്തിൽ ധ്യാന ഹാളിൽ ഇരുന്നു. അദ്ദേഹത്തിന്റെ തൊട്ട് സമീപത്ത് ധ്യാനം കൂടാൻ വന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ വടിയിൽ ഊന്നിയാണ് നടക്കുന്നത്. അപകടത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ടു. ഈ സഹോദരൻ തന്റെ സമീപത്തിരുന്ന് ധ്യാനം കൂടിക്കൊണ്ടിരുന്ന വ്യക്തിയോട് എന്താണ് ഈ അവസ്ഥ സംഭവിക്കാൻ കാരണമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും കൂടെ ഞങ്ങളുടെ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽ ഓൺ ദ സ്പോട്ടിൽ അവിടെ വെച്ച് തന്നെ എൻ്റെ ഭാര്യയും 2 മക്കളും മരിച്ചു. മാത്രമല്ല, എൻ്റെ കാലിന് കാര്യമായ പരിക്കേറ്റു. എൻ്റെ കാലൊരെണ്ണം മുറിച്ചു കളഞ്ഞു. ഇപ്പോൾ ഞാൻ വെപ്പുകാലിലാണ് നടക്കുന്നത്. എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തമായിട്ടൊരു ഭവനമില്ല. ഇപ്പോൾ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ധ്യാനത്തിന് വന്നിരിക്കുന്നത്, എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു, ഒരു ഓപ്പറേഷനും കൂടെ നടത്തി, ഏതാണ്ട് ആ ഓപ്പറേഷനും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാലിന് യോജിച്ച വിധത്തിലുള്ള ഒരു കാലൊക്കെ രൂപപ്പെടുത്തണമെങ്കിൽ ഏതാണ്ട് എല്ലാം കൂടെ 10 ലക്ഷം രൂപ വരും. അപ്പോൾ 10 ലക്ഷം രൂപ മുടക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ആരെങ്കിലൊക്കെ സഹായിച്ചാൽ കുറച്ചൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ ആ സഹായത്തിലേക്ക് പോയില്ല. ഞാന് ഈ ആഴ്ചയിൽ ധ്യാനം കൂടിയിട്ട് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്ന, ദൈവമേ, എൻ്റെ ഭാര്യയും 2 മക്കളും എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഈ നഷ്ടപ്പെട്ടത് മുഴുവൻ അങ്ങേക്ക് തിരിച്ചു തരാൻ പറ്റും. പക്ഷേ ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങ് മനസ്സാകുന്നുവെങ്കിൽ എൻ്റെ ഈ നഷ്ടപ്പെട്ട കാലിന് പകരം ആരോഗ്യത്തോടു കൂടി നടക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ബലം എനിക്ക് തരണം. ആ സഹോദരനോട് പറഞ്ഞു. ആ കാല് നഷ്ടപ്പെട്ട വ്യക്തി അദ്ദേഹം സന്തോഷത്തോട് പറയുകയാണ്, ആ വാഹനാപകടത്തിൽ എൻ്റെ ഭാര്യയെ പോലെ മക്കളെ പോലെ ഞാനും മരിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനൊരു സംഭവിക്കാത്തതിനാൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി തുടർന്നുള്ള എൻ്റെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് നയിക്കാൻ എനിക്ക് ആരോഗ്യത്തോടു കൂടി 2 കാലിൽ നടന്നു പോകാനുള്ള ഒരു ബലമെങ്കിലും എനിക്ക് തരണമേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ ഈ പ്രാർത്ഥനയിൽ എനിക്ക് സന്തോഷവും സമാധാനവും ഒക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആഴ്ചയിൽ ധ്യാനിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ മനോഭാവത്തെ, പ്രതികരണത്തെ
മനസ്സിലാക്കിയപ്പോൾ ആ സഹോദരനോട് പറഞ്ഞു, എന്റെ മകളുടെ വിവാഹം നടക്കാത്തത് കൊണ്ടാണ് ഞാൻ വിഷമിച്ചു വന്നിരിക്കുന്നത്. അതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെത്. എന്ത് സംഭവിച്ചെന്നറിയാവോ? ആ ധ്യാനത്തിൽ 60 ലക്ഷം രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ടിട്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആ പിതാവ്, അയാൾ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനമെടുത്തു. തീരുമാനം ഇതാണ്: ഈ ഓപ്പറേഷനിലൂടെ കാല് ശരിയാക്കാമെന്ന് പറഞ്ഞതായ ആ സഹോദരനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുക. എന്ത് ചെയ്തു അറിയാവോ? ഭാര്യയോടും മകളോടും ചോദിച്ചിട്ട് അവരോടൊപ്പം ഈ ഒരു കാല് നഷ്ടപ്പെട്ട വെപ്പുകാലിൽ നടക്കുന്ന സഹോദരനെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? 60 ലക്ഷം രൂപ മകളുടെ വിവാഹത്തിന് വേണ്ടി ബാങ്കിൽ ഇട്ടിരിക്കുന്ന ആ വ്യക്തി ആ 60 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടത്തി ഇദ്ദേഹത്തിന് 2 കാലിലും സുഖമായിട്ട് നടക്കാൻ തക്ക വിധത്തിലുള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കുക. അത് ചെയ്തു കൊടുക്കുകയാണ് തന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമെന്ന് ദൈവത്തിന്റെ മുമ്പിലിരുന്ന് അയാൾ വചനം കേട്ടപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഈ ബോധ്യപ്പെടുത്തി കൊടുത്തതായ കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സഹോദരനെ കൊണ്ട് വീട്ടിലേക്ക് പോയത്. നേരത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടറുടെ അടുക്കൽ ഈ കാല് നഷ്ടപ്പെട്ട വ്യക്തിയെ കൊണ്ട് അദ്ദേഹം പോയി. എന്നിട്ട് ഓപ്പറേഷനുള്ള തീയതി ഫിക്സ് ചെയ്തു. അതിനുള്ള ക്രമീകരണങ്ങളും അദ്ദേഹം ഏർപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല, ഓപ്പറേഷൻ ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന രോഗിയായിരിക്കുന്ന വ്യക്തിയെ ചികിത്സിക്കാനായിട്ട് തന്റെ മകളെ, നേഴ്സായിട്ടുള്ള മകളെ ഇദ്ദേഹം അവിടെ അപ്പോയിന്റ് ചെയ്തു, അതിന് ഏർപ്പാട് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അദ്ദേഹം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ കാലിന്റെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം അറിഞ്ഞു. അപ്പോൾ ആ ഓപ്പറേഷൻ വിജയപ്രദമായിരുന്നു, നല്ല രീതിയിൽ നടത്തി. പക്ഷേ ഓപ്പറേഷൻ നടത്തിയതായ ഡോക്ടർ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രേരണ ഉണ്ടായി. എന്താണെന്നറിയാവോ? അദ്ദേഹത്തിന്റെ മകൻ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടി നല്ലൊരു ജീവിത പങ്കാളിയെ, നല്ലൊരു പെൺകുട്ടിയെ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കുറച്ചു നാളായിട്ട് അയാള് അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതാ അദ്ദേഹത്തിന്റെ അന്വേഷണവും പ്രാർത്ഥനയും എല്ലാം ഇവിടെ ഒരു ഉത്തരമായി മാറി. ആ പിതാവ് അദ്ദേഹത്തിന്റെ ഡോക്ടറായിട്ടുള്ള മകനെ ഈ നേഴ്സായിട്ടുള്ള മകളെ കാണിച്ചു കൊടുക്കുകയും ഇവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുകയും അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ആ ഡോക്ടറുടെ മകൻ ആ മകനുമായിട്ട് ഈ നേഴ്സ് പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം തന്റെ ജീവിതാനുഭവത്തിൽ പറയുന്ന കാര്യം ഇതാണ്: 60 ലക്ഷം രൂപ ബാങ്കിലിട്ടിട്ട് 6 വർഷം എന്റെ മകളുടെ വിവാഹം നടക്കാതെ ഞാൻ കാത്തിരുന്നിട്ട് നടക്കാത്ത കാര്യം വെറും 6 ആഴ്ച കൊണ്ട് കർത്താവ് നടത്തിയെന്ന് മാത്രമല്ല, എൻ്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു ഡോക്ടറെ ഭർത്താവായി, ജീവിത പങ്കാളിയായി എൻ്റെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഇങ്ങനെ ലഭിക്കാൻ, അനുഗ്രഹിക്കാൻ കാരണം എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരുന്ന 60 ലക്ഷത്തിൽ 10 ലക്ഷം രൂപ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാതിരുന്ന ഒരു സഹോദരന് വേണ്ടി ഞാൻ കൊടുക്കാൻ തയ്യാറായപ്പോൾ ആ കൊടുത്ത പ്രവൃത്തിയാണ്, ആ കൊടുക്കാനായിട്ട് പ്രേരിപ്പിച്ച പ്രവൃത്തിയാണ് 6 വർഷമായിട്ട് നടക്കാതിരുന്ന എൻ്റെ മകളുടെ വിവാഹം ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ നൽകി ദൈവം നടത്തിയത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ അനേകം സംഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റുപാട് നടക്കുന്നുണ്ട്. അനേകം സംഭവങ്ങൾ
ഓരോ ആഴ്ചയിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 7 ഭാഷകളിലും ധ്യാനിക്കാൻ വരുന്നതായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും കുടുംബത്തിലും നടക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ഒരു സത്യം മനസ്സിലാക്കണം. എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന സമ്പത്താകട്ടെ, അറിവാകട്ടെ, കഴിവാകട്ടെ, ഞാൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ ആനന്ദം അനുഭവിക്കുമ്പോൾ, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണ സ്വീകരിക്കുമ്പോൾ, ആ പ്രേരണയെല്ലാം ഈ ഭൂമിയിൽ ദൈവരാജ്യം, സ്വർഗരാജ്യം പണിയാനായിട്ടുള്ള വലിയ ശക്തി എനിക്കതിലൂടെ ലഭിക്കാം.